മറ്റു വാർത്തകളിലേക്ക്. കിളിമാനൂരിൽ +1 വിദ്യാർത്ഥിനിക്കെതിരായ വ്യാജ പ്രചാരണത്തിൽ അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. രാജാരവിവർമ്മ സ്കൂളിലെ അധ്യാപിക ചന്ദ്രലേഖയ്ക്കെതിരെയാണ് നടപടി. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്കൂൾ മാനേജ്മെന്റാണ് നടപടിയെടുത്തത്. വ്യാജ ആരോപണത്തിലും അപവാദ പ്രചാരണത്തിലും മനംനൊന്ത് പഠനം ഉപേക്ഷിക്കുന്നതായി വിദ്യാർത്ഥിനി വെളിപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി സനിസ ശോഭ ചന്ദ്രൻ ചേരുന്നുണ്ട്. സനിസ, ഇതെന്തായിരുന്നു സംഭവം? അധ്യാപികയ്ക്കെതിരെ എന്ത് നടപടിയെടുത്തു വകുപ്പ്? ധന്യ, കിളിമാനൂരിൽ +1 വിദ്യാർത്ഥിനിക്കെതിരെയാണ് അധ്യാപിക വ്യാജ പ്രചാരണം നടത്തിയത്. ഇതിൽ അധ്യാപികയ്ക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കർശന നിർദ്ദേശത്തിൽ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കിളിമാനൂർ രാജാവ് രവിവർമ്മ സ്കൂളിലെ അധ്യാപിക ചന്ദ്രലേഖയ്ക്കെതിരെയാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ അധ്യാപികയ്ക്ക് മറ്റൊരു അധ്യാപകനുമായി ഉണ്ടായിരുന്ന പ്രശ്നത്തെ തുടർന്ന് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥിയുമായി ചേർത്ത ഒരു വ്യാജ ആരോപണം ഈ അധ്യാപിക പറഞ്ഞു പരത്തുകയായിരുന്നു. സഹ അധ്യാപകനോടുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ ഇരയാക്കിയിട്ടുള്ളത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പിന്നെ ഇവർക്ക് വൈരാഗ്യമുള്ള അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു ഈ അധ്യാപിക പറഞ്ഞു പരത്തിയിരുന്നത്. അസുഖബാധിതയായി വിദ്യാർത്ഥിനി 4 മാസത്തോളം അവധിയെടുത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഈ വ്യാജ പ്രചാരണം നടന്നിരുന്നത്. സ്കൂൾ വാട്സപ്പിലടക്കം വിദ്യാർത്ഥിനിയുടെ പേര് പറഞ്ഞ് ഈ അധ്യാപിക അധിക്ഷേപിച്ചതായി ഈ വിദ്യാർത്ഥിയുടെ കുടുംബം മുന്നോട്ട് ഉയർത്തുന്ന പരാതി പറയുന്നുണ്ട്. കൂടാതെ തന്നെ വിദ്യാർത്ഥി ഈ ഒരു അവസ്ഥയിൽ താൻ പഠനം ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കാര്യം പുറം ലോകം അറിയുന്നത്. മുഖ്യമന്ത്രി, പട്ടികജാതി വർഗ കമ്മീഷൻ, സ്കൂൾ അധികൃതർ എന്നിവർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ധന്യ.